ഷീജ, ഗുഡ് മോർണിംഗ്. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനം ഇന്നും ഉണ്ടാകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ പ്രഖ്യാപനം നീണ്ടേക്കും. കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ശാന്തതയായിരുന്നു. കാരണം ഈ ഫ്ലെക്സുകൾ, യുദ്ധങ്ങളൊന്നും ഇന്നലെ ഉണ്ടായില്ല, ഹൈക്കമാൻഡ് നിർദ്ദേശം വന്നതിനെ തുടർന്ന്. പക്ഷേ ഈ പ്രഖ്യാപനം നീണ്ടുപോയാൽ ഈ ശാന്തത എത്ര ദിവസത്തേക്ക് തുടരും ഷീജ? അണിയറയിൽ ഇങ്ങനെ പൊട്ടിത്തെറികൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുകയാണോ? ഗുഡ് മോർണിംഗ് മനു. ഏതായാലും ഈ പ്രഖ്യാപനം ഇങ്ങനെ നീളുന്നത് വലിയ തോതിലുള്ള ഒരു അതൃപ്തിയിലേക്കാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയും അതോടൊപ്പം തന്നെ പ്രവർത്തകരെയും കൊണ്ടുചെന്നെത്തിക്കുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ചയാകുന്നു. അപ്പോൾ ഒരാഴ്ച പിന്നിടുകയാണ്. ഒരാഴ്ച പിന്നിട്ടിട്ടും UDF-ന്, കോൺഗ്രസിന് അവരുടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആര്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് വലിയ തോതിൽ ഒരു പ്രതിഷേധം അത് പ്രവർത്തകർക്കിടയിൽ ഉണ്ട്, കോൺഗ്രസ് നേതാക്കൾക്കിടയിലും ഉണ്ട്. പ്രത്യേകിച്ചും ഈ ഒരു തീരുമാനവുമായി ബന്ധപ്പെട്ട് ലീഗ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നതാണ് ഈ രീതിയിൽ തീരുമാനം നീണ്ടുപോകാൻ കാരണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഈ ഒരു അതൃപ്തി ഈ രീതിയിൽ ഉയരാൻ കാരണം. അവർ തന്നെ പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും എന്തിനാണ് ലീഗ് ഈ രീതിയിലുള്ള സമ്മർദ്ദം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്? AICC നേതൃത്വത്തിനടക്കം ലീഗ് ഈ രീതിയിൽ ഇടപെടുന്നതിൽ കടുത്ത അമർഷം ഉണ്ട്. പക്ഷേ അത് പരസ്യമാക്കുന്നില്ല. കാരണം പരസ്യമാക്കിയാൽ അത് UDF-ന്റെ കെട്ടുറപ്പിനെ ബാധിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലീഗ് ഈ രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയത് കാരണമാണ് മറ്റു ഘടകകക്ഷികൾക്കും ഈ വിഷയത്തിൽ ഇടപെട്ട് അവരും അഭിപ്രായങ്ങളുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. നേരത്തെ തന്നെ നമ്മൾ കണ്ടതാണ്, നിരീക്ഷക സംഘം ഇവിടെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ MLA-മാരെ കേട്ട് മടങ്ങുക എന്നുള്ളതായിരുന്നു അവരുടെ ആദ്യത്തെ തീരുമാനം എന്ന് പറയുന്നത്. പക്ഷേ അത് ലീഗിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഘടകകക്ഷികളെ കൂടി കേട്ട് മടങ്ങുക എന്നുള്ളൊരു രീതിയിലേക്ക് ആ നിരീക്ഷക സംഘത്തിന്റെ തീരുമാനമൊക്കെ മാറിയത്. അതിനുശേഷം നമ്മൾ കണ്ടു ലീഗ് പ്രത്യേകിച്ചും ഈ ഘടകകക്ഷികൾ VD സതീഷിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ് മറുവിഭാഗങ്ങളുടെ, അതിപ്പോൾ KC വിഭാഗമാകട്ടെ RC വിഭാഗമാകട്ടെ രണ്ടുപേരെയും പിന്തുണയ്ക്കുന്നവരെ വലിയ തോതിൽ പ്രകോപനത്തിലാഴ്ത്തുന്നതും അത് തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്നത്. പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്, ഏതായാലും മുസ്ലിം ലീഗ് സതീഷിന് വേണ്ടിയാണ് ഈ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിൽ ഹൈക്കമാൻഡിന് സ്വാഭാവികമായി വലിയ അതൃപ്തിയുണ്ട്. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ എന്തിന് ലീഗ് ഇടപെടുന്നു, ഘടകകക്ഷി ഇടപെടുന്നു എന്ന ചോദ്യം അവർ ഒളിഞ്ഞും തെളിഞ്ഞും ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ലീഗിന്റെ ഈ സമ്മർദ്ദം യഥാർത്ഥത്തിൽ സതീഷിന് ഹൈക്കമാൻഡിന് മുൻപിൽ ഒരു ബ്ലാക്ക് മാർക്കായി മാറാനുള്ള സാധ്യതയാണോ കാണേണ്ടത്? തീർച്ചയായും അതൊരു ബ്ലാക്ക് മാർക്കായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഈ പരസ്യമായി അതിൽ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ അതിലുള്ളൊരു അമർഷം AICC-ക്ക് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ല. അത് UDF-നെ ബാധിക്കും, UDF-ന്റെ ഈ ഒരു വിജയത്തെ ബാധിക്കും എന്നുള്ളതാണ് അവർ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്. അപ്പോൾ പരസ്യമായി അങ്ങനെ പ്രതികരിക്കാനും സാധിക്കുകയില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു തരത്തിൽ, അതായത് ഒന്നുകിൽ ഘടകകക്ഷികളെ കേട്ട് മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ MLA-മാരുടെ അഭിപ്രായത്തിലൂന്നി മുന്നോട്ട് പോകുക. ഇതിൽ രണ്ടിൽ ഏത് സ്വീകരിക്കും എന്നുള്ള വലിയ ഒരു ആശയക്കുഴപ്പത്തിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഉള്ളത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. ഇപ്പോൾ ഹൈക്കമാൻഡ് തന്നെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളുമായും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞുകൊണ്ട് 2 ദിവസത്തിനുള്ളിലെങ്കിലും പ്രഖ്യാപിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് വലിയ ഒരു പ്രതീക്ഷ പ്രവർത്തകർക്കിടയിൽ നിലനിൽക്കുന്നത്. പക്ഷേ അത് സാധ്യമാകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ വിഷയത്തിൽ ഒരു സമവായത്തിലേക്ക് എത്തുക എന്നുള്ളത് ആര് സമവായത്തിന് തയ്യാറാകും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. പക്ഷേ ഇതിൽ 3 പേരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് ഈ രംഗം കൂടുതൽ വഷളാക്കുന്നത് മനു. അപ്പോൾ ഇനിയും നമുക്ക് കേരളത്തിന് ഒരു മുഖ്യമന്ത്രിയെ കിട്ടാൻ കാത്തിരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. പക്ഷേ ഇത് വലിയ തോതിൽ ഈ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ഉണ്ടാക്കുന്ന അതൃപ്തി പോലെ തന്നെ ജനങ്ങൾക്കിടയിലും വലിയ തോതിലുള്ള ഒരു നീരസം ഈ വിഷയത്തിൽ ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കേരളത്തിനൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടന്ന മറ്റിടങ്ങളിലെല്ലാം സർക്കാർ അധികാരത്തിലേറിയ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ മാത്രം അതിങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നു. പ്രത്യേകിച്ചും അതിൻ്റെ ഒരു മറുവശം കൂടിയുണ്ട്. കാരണം ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. ഇനിയിപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഫലം പ്രഖ്യാപിക്കാനിരിക്കുന്നു, പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കുന്നു. അങ്ങനെ നിരവധി വിഷയങ്ങൾ നിലനിൽക്കുന്നൊരു പശ്ചാത്തലം കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടുപോകുന്നത് സാരമായി തന്നെ ജനങ്ങളെ ബാധിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ആ രീതിയിലുള്ളൊരു പ്രതിഷേധം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് മനു. തീർച്ചയായും ആ ഒരു പ്രതിഷേധം കോൺഗ്രസിലെ ഇവരുടെ ഭാഗമായി നിൽക്കുന്ന നേതാക്കൾക്കും അണികൾക്കും അതിലൊരു അതൃപ്തിയും കാര്യങ്ങളും ഇല്ലേ ഷീജ? അത് പരസ്യമായി പ്രകടിപ്പിച്ചാൽ അത് പണിയാകും, അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാകും എന്നതുകൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്നതാണോ കേരളത്തിലെ നേതാക്കളും?
തീർച്ചയായും, കാരണം കുറച്ചു മുൻപായിരുന്നെങ്കിൽ പരസ്യ പ്രതികരണങ്ങൾ പല നേതാക്കളുടെയും ഭാഗത്തു നിന്ന് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആര് യോഗ്യനാണ്, ആര് യോഗ്യനല്ല എന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ അതൊക്കെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അത് ഏറ്റെടുത്ത് അണികൾ സൈബർ യുദ്ധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഫ്ലക്സ് യുദ്ധം സംസ്ഥാനത്തുടനീളം കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരാൾ ഫ്ലക്സ് വെക്കുമ്പോൾ മറുവിഭാഗം തൊട്ടടുത്ത ദിവസം ഫ്ലക്സ് വെക്കുന്നു. ആ ഫ്ലക്സിന് മുകളിൽ എതിർ ടീം കരിയോയിലൊഴിക്കുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കേരളത്തിൽ കണ്ട ഒരു കാര്യമാണ്, കഴിഞ്ഞ ഒരാഴ്ചയായി കാണുന്ന കാര്യമാണ്. പക്ഷേ ഹൈക്കമാൻഡ് വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഫ്ലക്സ് യുദ്ധത്തിൽ നിന്നും പരസ്യ പ്രസ്താവനകളിൽ നിന്നുമൊക്കെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളാകട്ടെ, പ്രവർത്തകരാകട്ടെ, അല്ലെങ്കിൽ രണ്ടാം നിര നേതാക്കളാകട്ടെ, ഇവരെല്ലാവരും തൽക്കാലം ഒന്ന് ഉൾവലിഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ ഇത് എത്ര ദിവസം ഇതിങ്ങനെ തുടരും എന്നുള്ളത് തന്നെയാണ് കണ്ടറിയേണ്ടത്. കാരണം ഈ പ്രഖ്യാപനം നീളുന്നത് വലിയ തോതിലുള്ള ഒരു അതിർത്തിയിലേക്കാണ് കോൺഗ്രസിനെ എത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലുള്ള മുതിർന്ന നേതാക്കളും അതേ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്, പ്രവർത്തകരും ആ രീതിയിൽ തന്നെയാണ്. അപ്പോൾ എത്ര ദിവസം ഇതിങ്ങനെ തുടരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടും ഈ പ്രഖ്യാപനം നീളുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ വീണ്ടും പുറത്തേക്ക് വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രധാനപ്പെട്ട നേതാക്കളും ഇപ്പോൾ ഈ രീതിയിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറാകാത്തത് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ്. മനു, അല്ല, ഒരു കാര്യം കൂടിയുണ്ട്. ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ചൊല്ലിയുള്ള അടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷീജ. ഇനി മന്ത്രിസ്ഥാനം തീരുമാനിച്ചാൽ തന്നെ കോൺഗ്രസിലെ മന്ത്രിസ്ഥാനം, ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം, അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വകുപ്പ് വിഭജനം, ഇതൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇത്രയും അടിയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർ എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കും, പ്രതിസന്ധികളില്ലാതെ മുന്നോട്ട് പോകും? സംസ്ഥാനത്തിന്റെ ഭരണം ഇത് മര്യാദയ്ക്ക് എപ്പോൾ ഇവർക്ക് തുടങ്ങാൻ കഴിയും? അത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഒരു നാഥനില്ല കളരിയായി കിടക്കുകയാണ് ഇപ്പോൾ കേരളം. തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല. കാരണം വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ UDF എത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ, മനു സൂചിപ്പിച്ചതുപോലെ, മുഖ്യമന്ത്രിക്കുള്ള അടി കഴിഞ്ഞിട്ട് വേണമല്ലോ മന്ത്രിമാർക്ക് വേണ്ടിയുള്ള അടി തുടങ്ങാൻ എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം മുഖ്യമന്ത്രിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ ഈ അടി തുടങ്ങിയിട്ട്, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ അടിയാണ് ഇപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷമെങ്കിലും വേഗത്തിൽ ഉണ്ടാകുമെന്ന് കരുതി. പക്ഷേ അതും ഒരാഴ്ച പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതെപ്പോഴാകും ഒരു ധാരണ അവർക്കില്ല. അപ്പോൾ ഈ മുഖ്യമന്ത്രി ചർച്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ മന്ത്രിപദത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓരോ ഘടകകക്ഷികൾക്കും നൽകുന്ന മന്ത്രിസ്ഥാനങ്ങളുമായി തന്നെയായിരിക്കും. അതിലും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തുന്നത് ലീഗാണ് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ ആരെയൊക്കെ തൃപ്തിപ്പെടുത്തി എങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്ന ചോദ്യം. അത് ഘടകകക്ഷികളുടെ മാത്രം കാര്യത്തിൽ. മറുഭാഗത്ത് കോൺഗ്രസിലെ തന്നെ മത്സരിച്ച് എല്ലാവരും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കുപ്പായം തയ്പ്പിച്ചു വെച്ച് നിൽക്കുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അപ്പോൾ എങ്ങനെ, ഏത് രീതിയിൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒരു മന്ത്രിസഭ രൂപീകരിക്കും, ആ മന്ത്രിസഭ അധികാരത്തിലേറി ഭരണം തുടങ്ങും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള ഉത്തരവും ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അത് വലിയൊരു അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. മനു.